നമസ്കാരം. വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വിചിന്തനത്തിനായുള്ള തിരുവചന ഭാഗം സങ്കീർത്തനങ്ങൾ 122 അധ്യായം 9 വാക്യം. നമ്മുടെ ദൈവമായ യഹോവയുടെ ആലയ നിമിത്തം ഞാൻ നിന്റെ നന്മ അന്വേഷിക്കും. ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുന്ന, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അതിലധികം പേർ എവിടെ ഒരുമിച്ച് കൂടുന്നോ അവിടെ ഞാൻ ഉണ്ടായിരിക്കും എന്ന് പറയപ്പെട്ട ആ ഒരു കൂട്ടായ്മയാണ്, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും ഒത്തുചേരുന്ന കൂട്ടായ്മയാണ് നമ്മുടെ ദേവാലയം എന്നുള്ളത്. ദൈവം വസിക്കുന്ന ഇടമായ ദേവാലയത്തിൽ പ്രാർത്ഥനയായിട്ടും യാചനകളായിട്ടും നമ്മുടെ ഹൃദയം നമ്മൾ തുറക്കാറുമുണ്ട്. എന്നാൽ ദേവാലയങ്ങളിലായിരിക്കുമ്പോൾ നാം എങ്ങനെയാണ് ആയിരിക്കുന്നത്? പൂർണ്ണമായും പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെയാണോ? അല്ലെങ്കിൽ അതോ ദേഹി ഇവിടെയും ഹൃദയം മറ്റൊരിടത്തുമായിട്ട് നമ്മൾ എപ്പോഴെങ്കിലും ദേവാലയത്തിൽ ഇരുന്നിട്ടുണ്ടോ? അങ്ങനെ ഒന്ന് ചിന്തിക്കേണ്ട, അല്ലെങ്കിൽ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു വചനഭാഗമാണ് ഇത്. നമ്മൾ ആയിരിക്കുന്ന ദൈവത്തിന്റെ ഇടമായ ദേവാലയ നിമിത്തം നമ്മുടെ നന്മകൾ അന്വേഷിക്കും എന്ന് തമ്പുരാൻ പറയുകയാണ്. അതായത് നമ്മൾ ദേവാലയത്തിന് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, ഓരോ ശുശ്രൂഷകളും, നമ്മൾ ദേവാലയത്തിലായിരിക്കുന്ന ഓരോ നിമിഷങ്ങളും, നമ്മൾ ദേവാലയവുമായി പങ്കുവയ്ക്കുന്ന നമ്മുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളും എല്ലാം അവൻ്റെ കണക്ക് പുസ്തകത്തിൽ അവൻ എണ്ണിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ തല നാഴിക പോലും എണ്ണി തിട്ടപ്പെടുത്തിയ ആ ഒരു തമ്പുരാൻ നമ്മുടെ നന്മകൾ അന്വേഷിക്കുന്നത് നമ്മുടെ ദേവാലയത്തിലൂടെയാണ്. നാം ജനിച്ചു വളർന്ന, നാം പിച്ചവെച്ച് നടക്കാൻ പഠിച്ച നമ്മുടെ ദേവാലയത്തിൻ്റെ അകത്തളങ്ങളിലൂടെ. അങ്ങനെയെങ്കിൽ നമ്മുടെ ഒപ്പമുള്ള നമ്മുടെ മക്കളെ ദേവാലയങ്ങളിലേക്ക്, ദേവാലയത്തിൻ്റെ വിശുദ്ധിയിലേക്ക് വളർത്തുവാൻ നമുക്ക് സാധിക്കണം. അതിന് എല്ലാ മാതാപിതാക്കൾക്കും സാധിക്കട്ടെ. ഒപ്പം തന്നെ യുവാക്കളെ, യുവതികളെ, നമുക്കും അത്തരത്തിലുള്ള ഒരു പിച്ചവയ്പ് അല്ലെങ്കിൽ ഒരു പുതുജീവൻ ദേവാലയത്തിൽ നിന്നും, ദേവാലയങ്ങളിൽ നിന്നും ആർജിച്ചെടുക്കുവാൻ സാധിക്കട്ടെ. കാരണം അതിലൂടെ ഒരുപാട് ഉത്തരങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. സ്വർഗം നമുക്ക് വേണ്ടി തുറക്കപ്പെടാൻ കാത്തിരിപ്പുണ്ട്. ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് ദേവാലയത്തിൻ്റെ മദ്ബഹായുടെ മുൻപാകെ കൈകൾ വിരിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈ വചനം അതിനെ നമ്മെ ശക്തിപ്പെടുത്തട്ടെ. വചന സമീക്ഷയുടെ ഈ അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരിക്കൽ ഒരു വൈദികനും ഒരു ഡോക്ടറും തമ്മിൽ കണ്ടുമുട്ടുകയാണ്. ഡോക്ടർ ആകട്ടെ അത്ര വലിയ വിശ്വാസമൊന്നുമില്ല. അയാൾ ഒരു ക്രൈസ്തവനല്ലെങ്കിലും അയാൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അയാളുടെ അടിസ്ഥാനമായിട്ടുള്ള മതത്തിലോ ദൈവിക കാര്യങ്ങളിലോ യാതൊരു കൂറും പുലർത്താത്ത ഒരു മനുഷ്യൻ. എന്നാൽ സ്വന്തം കഴിവിൽ അധികമായി അഹങ്കരിക്കുന്ന, അധികമായി താൻ സമർത്ഥനാണെന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ. വൈദികനാകട്ടെ എല്ലാ കുഞ്ഞാടുകളെയും മേയിച്ചുകൊണ്ട് നടക്കുന്ന സാധാരണക്കാരനായ ഒരു മനുഷ്യൻ. അങ്ങനെ ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്ന സാഹചര്യത്തിൽ ഈ വൈദികനോടുള്ള പുച്ഛം കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് ഡോക്ടർ ഇപ്രകാരം ചോദിക്കുന്നുണ്ട്: താങ്കൾ ഒരു വൈദികനല്ലേ? അദ്ദേഹം മറുപടി പറയുന്നു, അതെ. താങ്കൾ ഒരുപാട് കുഞ്ഞാടുകളെ നേർവഴിക്ക് കൊണ്ടുവന്നിട്ടില്ലേ? അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഈ ഡോക്ടർ വീണ്ടും ചോദിക്കുന്നുണ്ട്, അതൊക്കെ ശരി, അതൊക്കെ പോട്ടെ, താങ്കൾ ആത്മാവിനെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഈ വൈദികൻ പറയുന്നുണ്ട്, ആത്മാവിനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇദ്ദേഹം വീണ്ടും ചോദിക്കുന്നു, കണ്ടിട്ടില്ല, ശരിയാണ്, നിങ്ങൾ ആത്മാവിനെ തൊട്ടിട്ടുണ്ടോ? അപ്പോൾ ഈ വൈദികൻ പറയുന്നു, ഇല്ല, തൊട്ടിട്ടില്ല. വീണ്ടും ചോദിക്കുന്നു, നിങ്ങൾ ആത്മാവിൻ്റെ വേദന സ്പർശിച്ചിട്ടുണ്ടോ? അപ്പോൾ ഈ വൈദികൻ പറയുന്നു, ഉണ്ട്, ആത്മാവിൻ്റെ വേദന ഞാൻ സ്പർശിച്ചിട്ടുണ്ട്. ഡോക്ടർ വീണ്ടും അത് തന്നെ ആവർത്തിച്ച് പറയുന്നുണ്ട്, നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം നിങ്ങളെ ചതിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അവരെ കാണാനായിട്ടില്ല, കേൾക്കാനായിട്ടില്ല, സ്പർശിക്കാൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ. 3 എടുത്തു നോക്കുകയാണെങ്കിൽ അതിലൊന്ന് മാത്രമേ നിങ്ങൾക്ക് സാധിച്ചിട്ടുള്ളൂ. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വിശ്വാസം പൊള്ളയല്ലേ? എന്നാൽ അതിന് വൈദികൻ നല്ലൊരു മറുപടി നൽകുന്നുണ്ട്. അതിന് ശേഷവും ആ സംഭാഷണം തുടർന്നു പോകുന്നു. ഏറ്റവും ഒടുവിലായിട്ട് ഡോക്ടറിന് തൻ്റെ തോൽവിയും സമ്മതിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷെ എന്തൊക്കെയായിരിക്കാം ആ തോൽവിയിലേക്ക് അവരുടെ സംഭാഷണങ്ങളെ നയിച്ചത് എന്നുള്ള കഥയിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ കോളറിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് ഷേബ. ഷേബ, എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ ആര്യനാട്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഞാന്, ഹസ്ബൻഡ്, 2 കുഞ്ഞുങ്ങൾ. പക്ഷെ കുഞ്ഞു കുട്ടികളുടെ സൗണ്ട് പോലാണല്ലോ ചേച്ചിയുടെ സൗണ്ട് തോന്നുന്നേ. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ഉണ്ട്, ഓക്കെ. അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്ന വീട്ടില്? എല്ലാവർക്കും സുഖം. അറിയാലോ ചേച്ചി, വചന സമീക്ഷയിൽ നമുക്ക് 4 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. പോകാം. ചോദ്യം ഇതാണ്: ആത്മാവ്
യെഹെസ്കേലിനെ എടുത്തുകൊണ്ട് പോയപ്പോൾ ഏത് മാനസിക അവസ്ഥയിലാണ് കൂടെ പോയത്? വ്യസനത്തോടും മനസ്സിന്റെ ഉഷ്ണത്തോടും കൂടെ പോയി. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, താങ്ക് യു. ഉത്തരം ഇങ്ങനെയാണ്, അവൻ വ്യസനത്തോടും മനസ്സിന്റെ ഉഷ്ണത്തോടും കൂടെ പോയി. അതെ. രണ്ടാമത്തെ ചോദ്യം, യെഹെസ്കേൽ എവിടെ ആരുടെ അടുത്താണ് എത്തിയത്? കെബാർ നദീ തീരത്ത് പാർത്ത തേൽ അബീബിലെ പ്രവാസികളുടെ അടുക്കൽ. വളരെ ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, താങ്ക് യു. ഉത്തരം കെബാർ നദീതീരത്ത് പാർത്ത തേൽ ആബീബിലെ പ്രവാസികളുടെ അടുക്കൽ. ഇപ്പൊ 2 ചോദ്യങ്ങൾ ശരിയാക്കിയിട്ടുണ്ട്. നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കയറുന്നതിന് മുന്നേ ചേച്ചി പാട്ടൊക്കെ പാടാറുണ്ടോ? ഇല്ല, ഞാൻ പാട്ട് പാടാറില്ല. വചനം അറിയാവോ? ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു വചനം പറയാവോ? ദൈവം സ്നേഹം തന്നെ. ദൈവം സ്നേഹം തന്നെ. അതെ. ദൈവസ്നേഹം എപ്പോഴെങ്കിലും ഒക്കെ ജീവിതത്തിൽ അറിഞ്ഞിട്ടുണ്ടോ? അറിഞ്ഞിട്ടുണ്ട്, ഒരുപാട് സമയങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഒരുപാട് സമയങ്ങളില്. ഒരു അപ്പന്റെ സ്നേഹമായിട്ടാണോ തോന്നി, അമ്മയുടെ സ്നേഹമായിട്ടാണോ തോന്നി? അപ്പന്റെ ആയാലും അമ്മയുടെ ആയാലും സുഹൃത്തിന്റെ ആയാലും ആരും ഇല്ലാതിരിക്കുമ്പം എല്ലാത്തിനും ഉപരിയായിട്ട് ഒരു സ്നേഹം, ഒരു വലിയ സ്നേഹം അല്ലെ? അതിനെ ഇങ്ങനെ ജെൻഡർ തിരിച്ച് പറയാനൊന്നും പറ്റില്ല. അതെ. ഓക്കെ, അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? പോകാം. ചോദ്യം ഇതാണ്, കെബാർ നദീതീരത്ത് പാർത്ത പ്രവാസികളുടെ മധ്യേ എത്ര ദിവസമാണ് സംഭ്രമത്തോടെ പാർത്തത്? 7 ദിവസം. 7. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉത്തരം 7 ദിവസം. അപ്പൊ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ ചേച്ചി? പോകാം. അവസാനത്തെ ചോദ്യം ഇതാണ്, യഹോവ യെഹെസ്കേലിനെ ഇസ്രായേൽ ഗൃഹത്തിന് ആരായിട്ടാണ് നിയമിച്ചത്? കാവൽക്കാരൻ. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, താങ്ക് യു. കാവൽക്കാരൻ എന്നുള്ളതാണ് ശരി ഉത്തരം. അതെ. അപ്പോ 4 ചോദ്യങ്ങൾക്കും ശരി ഉത്തരം നൽകിയിട്ടുണ്ട്. ദൈവം സ്നേഹം തന്നെ എന്നൊരു വലിയ വചനം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടി നമുക്ക് കോൾ അവസാനിപ്പിക്കാം. താങ്ക് യു ചേച്ചി. ഇനിയും വിളിക്കാം കേട്ടോ വചന സമീക്ഷയിലേക്ക്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഷേബ ചേച്ചി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. ചേച്ചി എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായിട്ട് ഉത്തരം പറഞ്ഞു. 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. അപ്പോൾ എന്തായാലും ആ ഒരു കുടുംബത്തിലേക്ക് നല്ലൊരു അമ്മയായിട്ട്, അതുപോലെ തന്നെ ആ ഒരു കുടുംബത്തിൻ്റെ വിളക്കായിട്ട് മാറാൻ സാധിക്കട്ടെ. ഈശോ എല്ലാ അനുഗ്രഹങ്ങളും ആ കുടുംബത്തിന് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ കഥയിലേക്ക് മടങ്ങി വരാം. കൊമ്പ് കോർത്ത് നിൽക്കുന്ന വൈദികനും ആ ഡോക്ടറും അങ്ങനെയായിരുന്നു അല്ലേ? അപ്പോൾ ഈ ഡോക്ടർ പറയുന്നുണ്ട്, താങ്കളെ താങ്കളുടെ പഞ്ചേന്ദ്രിയങ്ങൾ ചതിച്ചിരിക്കുന്നു. താങ്കൾക്ക് ഒരു 3 എണ്ണത്തിൽ 1 മാത്രമേ പറയാൻ പറ്റിയിട്ടുള്ളൂ, അല്ലെങ്കിൽ 1 മാത്രമേ അനുഭവിക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഈ വൈദികൻ തിരിച്ചു ചോദിക്കുന്നു, ശരിയാണ്, ഞാനൊരു വൈദികനാണ്, എനിക്ക് ഈ ശാസ്ത്രവശങ്ങളെക്കുറിച്ച് വലിയ പിടിയൊന്നുമില്ല. പക്ഷെ ഞാൻ ആത്മാക്കളെ കണ്ടിട്ടില്ല, തൊട്ടിട്ടില്ല. പക്ഷെ ആത്മാവിൻ്റെ വേദന ഞാൻ സ്പർശിച്ചറിഞ്ഞിട്ടുണ്ട്. താങ്കൾ ഒരു ഡോക്ടറാണല്ലോ, താങ്കൾ എല്ലാം അറിയുന്നവനാണ് എന്ന് പറയുന്നുമുണ്ട് ഈ ഒരു മേഖലയിൽ. അങ്ങനെയെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, താങ്കൾ ആത്മാവിനെ കണ്ടിട്ടുണ്ടോ? ഇത് കേട്ടിട്ട് ഡോക്ടർ പറയുന്നുണ്ട്, നിസ്സാരമായിട്ട് പറയുന്നുണ്ട്, ഇല്ല, എനിക്കത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ വീണ്ടും വൈദികൻ ചോദിക്കുന്നു, താങ്കൾ ആത്മാവിനെ തൊട്ടിട്ടുണ്ടോ? അപ്പോൾ അദ്ദേഹം പറയുന്നു, ഇല്ല, അതും ഞാൻ തൊട്ടിട്ടില്ല. അപ്പോൾ വീണ്ടും വൈദികൻ ചോദിക്കുന്നു, താങ്കൾ ആത്മാവിനെ കേട്ടിട്ടുണ്ടോ? അതുമില്ല. താങ്കൾ ആത്മാവിൻ്റെ വേദന സ്പർശിച്ചിട്ടുണ്ടോ? അതുമില്ല. അപ്പോൾ ഡോക്ടറിൻ്റെ ഉത്തരങ്ങളെല്ലാം ഇല്ല എന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ വൈദികൻ പുഞ്ചിരിയോടെ ഇങ്ങനെ പറയുന്നുണ്ട്, 3 ചോദ്യങ്ങളിൽ എനിക്ക് 2 മാത്രമേ ഇല്ലാതെ പോയുള്ളൂ. ആത്മാവിൻ്റെ വേദന അറിയാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷെ താങ്കളോട് ചോദിച്ച 4 ഉത്തരത്തിനും താങ്കൾക്ക് ഇല്ല എന്നുള്ളതാണ് ഉത്തരം. അങ്ങനെയെങ്കിൽ ആത്മാവിൻ്റെ വേദന അറിയാനോ കാണാനോ കേൾക്കാനോ സാധിക്കാത്ത താങ്കൾക്ക് എങ്ങനെയാണ് നല്ലൊരു ഡോക്ടറായിരിക്കാൻ സാധിക്കുക? അപ്പോൾ ഇത് കേട്ടിട്ട് ഡോക്ടർ ഒരു നിമിഷം ചിന്തിക്കുന്നുണ്ട്, ചോദിച്ചത് അമളിയായി പോയോ, തെറ്റ് പറ്റിപ്പോയോ എന്നൊക്കെയുള്ളൊരു കുറ്റബോധം ഉള്ളിൽ വരുന്നുണ്ട്. പിന്നീട് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക? നമുക്ക് എല്ലാവർക്കും പ്രവചിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് പിന്നീട് വന്നത്. പക്ഷെ എന്നിരുന്നാലും ഒരു കഥയുടെ ആവേശത്തോടെ നമുക്ക് ആ കഥ കേൾക്കാം. അതിനു മുൻപായി നമുക്ക് 2ാമത്തെ കോളിലേക്ക് പോയി വരാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ജോബിൻ. ജോബിൻ, എവിടെ നിന്ന് വിളിക്കുന്നു? കാട്ടാക്കട. വീട്ടിലാരൊക്കെയുണ്ട് ജോബിന്റെ? പപ്പ, അമ്മ, അനിയത്തി, അമ്മമ്മ, പിന്നെ ഞാൻ. ജോബിൻ എന്ത് ചെയ്യുവാ? പഠിക്കുവാണോ? എത്രാം ക്ലാസ്സിലാ മോനെ? 10th പഠിക്കുവാണ്. ഒരുപാട് പഠിക്കാനുണ്ടല്ലോ.
ഉണ്ട്. പഠിക്കുന്നുണ്ടോ? ഓ ഉണ്ട്. ഉണ്ട്. നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഒപ്പം പ്രാർത്ഥിച്ച് വളരുക. ആ ഇപ്പൊ ജോബിനെ അറിയാലോ, നമുക്ക് 4 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് ചോദ്യത്തിലേക്ക് കയറിയാലോ? പോകാം. ഒന്നാമത്തെ ചോദ്യം, യെഹെസ്കേൽ മൂകനാകേണ്ടതിന് യഹോവ എന്താണ് ചെയ്തത്? യഹോവ അവന്റെ നാവിനെ അണ്ണാക്കിനോട് പറ്റിച്ചേരുവാൻ ഇടയാക്കി. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക്സ്. ഉത്തരം ഇങ്ങനെയാണ്: യഹോവ അവന്റെ നാവിനെ അവന്റെ അണ്ണാക്കിനോട് പറ്റിച്ചേരുവാൻ ഇടയാക്കും. അപ്പോ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? പോകാം. ചോദ്യം ഇതാണ്: യഹോവ എന്തുകൊണ്ടാണ് യെഹെസ്കേലിനെ ഊമനാക്കിയത്? അവർ നിഷേധികളുടെ ഗ്രഹമായതിനാൽ നീ അവരെ ശാസിക്കാതിരിക്കുക. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക്സ്. ഉത്തരം ഇങ്ങനെയാണ്: അവർ നിഷേധികളുടെ ഗൃഹമായതിനാൽ നീ അവരെ ശാസിക്കാതിരിക്കുവാൻ. അപ്പോ ജോബിനെ നമ്മൾ 2 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകിയിട്ടുണ്ട്. ജോബിന് നന്നായിട്ട് ബൈബിളൊക്കെ വായിക്കോ? വായിക്കും. വ്യക്തമായിട്ട് ഉത്തരം നൽകിയോണ്ട് ചോദിച്ചാ കേട്ടോ. അപ്പോ ഒരു പാട്ട് പാടാവോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? ഇല്ല, ജലദോഷമാണ്. ജലദോഷത്തിന്റെ ബുദ്ധിമുട്ട്. അങ്ങനെയാണെങ്കിൽ ഒരു വചനം പങ്കുവെക്കാവോ? പങ്കുവെക്കാം. എന്നാ ഒരു വചനം പറഞ്ഞു മോൻ. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നു, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. മോനെ റെഫറൻസ് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. പറഞ്ഞോളൂ. മത്തായി 6:33. ശരി, ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പോകാം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: എപ്പോഴാണ് യഹോവ ഊമനാക്കിയ യെഹെസ്കേലിന്റെ വായ് തുറക്കുന്നത്? യഹോവ അവനോട് സംസാരിക്കുമ്പോൾ. സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക്സ്. ഉത്തരം ഇങ്ങനെയാണ്: യഹോവ അവനോട് സംസാരിക്കുമ്പോൾ. അപ്പൊ നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുവാണേ. നിഷേധികളുടെ ഗൃഹത്തോട് യെഹെസ്കേൽ എന്ത് പറയുവാനാണ് യഹോവ കൽപ്പിച്ചത്? യഹോവയായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നുവെന്ന്. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക്സ്. ഉത്തരം ഇങ്ങനെയാണ്: യഹോവയായ ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന്. അപ്പൊ ജോബിനെ 4 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ബൈബിള് പഠിച്ചിട്ട് വിളിക്കണം കേട്ടോ വചന സമീക്ഷയിലേക്ക്. വിളിക്കാം. പ്രത്യേകിച്ച് ഇപ്പൊ 10ാം ക്ലാസ് കൂടെയൊക്കെയാണ്. അപ്പൊ നന്നായിട്ട് പഠിക്കുക. ഓക്കെ മോനെ, താങ്ക് യു സോ മച്ച്. ജോബിനായിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞാണ്. അപ്പോൾ അവൻ്റെ പഠന മേഖലകളൊക്കെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വീട്ടിലുള്ള ആ ഒരു കുടുംബത്തിലുള്ള ആൾക്കാരെ ഒക്കെയും സമർപ്പിക്കാം. നമുക്ക് നമ്മുടെ കഥയിലേക്ക് തന്നെ മടങ്ങി വരാം. ഈ വൈദികനും ഡോക്ടറും തമ്മിലുള്ള ആ ഒരു സംവാദം അങ്ങനെ നിൽക്കുമ്പോൾ അവസാനം വൈദികൻ ഒന്ന് സ്കോർ ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്, അല്ലേ? അപ്പോൾ ഈ ഡോക്ടർ പറയുന്നുണ്ട് അവസാനം, ശരിയാണ്, പക്ഷെ എനിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, ഞാൻ ശരീരം നോക്കുന്ന ഡോക്ടറാണ്, എനിക്ക് ആത്മാവിനെ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ വൈദികൻ പറയുന്ന ഒരു മറുപടിയുണ്ട്: ശരീരത്തെക്കാൾ മഹത്വമാണ് ആത്മാവിൻ്റെ വേദന. ശരീരത്തിൻ്റെ വേദന ഒരുപക്ഷെ ഒരു മരുന്ന് കൊണ്ട് താങ്കൾക്ക് സുഖപ്പെടുത്താനാകുമായിരിക്കും. പക്ഷേ ആത്മാവിൻ്റെ വേദനയുണ്ടല്ലോ, മുള്ളുകൾ കുത്തിയിറങ്ങിയപ്പോൾ ഈശോ എന്ന ആ വലിയ ചരിത്ര പുരുഷൻ അനുഭവിച്ച അതേ വേദനയാണ് ഓരോ ആത്മാവും അനുഭവിക്കുന്നത്. മനസ്സിൻ്റെ വേദനയല്ല, ശരീരത്തിൻ്റെ വേദനയല്ല, പിന്നെയോ ആത്മാവിൻ്റെ വേദന. അതൊന്ന് അനുഭവിച്ചറിയുക തന്നെ വേണം. അപ്പോൾ ഈ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, ഈ ശരീരത്തിൻ്റെ വേദനയേക്കാൾ വലുതാണോ ആത്മാവിൻ്റെ വേദന? അപ്പോൾ ഈ വൈദികൻ തിരിച്ചു നൽകുന്ന മറുപടി ഇപ്രകാരമാണ്: ആത്മാവെന്നത് മരണത്തിനും ശേഷമുള്ള ഒരുവന്റെ ശരീരമാണ്. അങ്ങനെയെങ്കിൽ ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുമ്പോഴും മരണശേഷവും അവന് സ്വന്തമായിട്ടുള്ള ആത്മാവിൻ്റെ വേദനയല്ലേ ഡോക്ടറെ ഈ ശരീരവേദനയേക്കാൾ, ശരീരത്തിൻ്റെ സ്പർശനത്തേക്കാൾ, ശരീരത്തിൻ്റെ കണ്ടുകൊണ്ടുള്ള സുഖങ്ങളെക്കാളൊക്കെയും വലുത്? ഡോക്ടർ അത് സമ്മതിക്കുന്നുണ്ട്. ഡോക്ടർ ഇങ്ങനെ തന്നെ പറയുന്നു: താങ്കൾ ഒരുപക്ഷെ വലിയൊരു ജ്ഞാനിയായിരിക്കാം, നല്ലൊരു വൈദികനായിരിക്കാം, പക്ഷേ ഇതുവരെയും എൻ്റെ അറിവിൽ അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഊഹാപോഹം, അല്ലെങ്കിൽ ഞാൻ അഹങ്കരിച്ചിരുന്നത് ഞാൻ വലിയൊരു ഡോക്ടറാണ്, ശരീരത്തിൻ്റെ ഡോക്ടർ. പക്ഷേ മനസ്സിൻ്റെ, ആത്മാവിൻ്റെ ഡോക്ടർ ആകുവാൻ ഞാൻ ഈ നിമിഷം മുതൽ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഈ കഥ, ഈ ഡോക്ടർ
ഈ വൈദികൻ നമ്മളിൽ എപ്പോഴോ നമ്മളിൽ ആരൊക്കെയോ ആണ്, നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ആ മുഖങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ഓർത്തെടുക്കാം. അതിനു മുൻപായി നമ്മുടെ ഇന്നത്തെ അവസാനത്തെ കോളറിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഷെർലിനാണ്. ഷെർലിൻ ആന്റി, എവിടെ നിന്ന് വിളിക്കുന്നു? തൊഴുക്കൽ. തൊഴുക്കൽ. ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഞാനും 2 മക്കളും. മക്കളൊക്കെ പഠിക്കുവാണോ? അതെ, പഠിക്കുന്നു. കുഞ്ഞു മക്കളാണോ? കുറച്ചൊക്കെ വലുതായോ? വലുതായി. ഓക്കെ. അപ്പൊ ആന്റി അറിയാലോ, എന്തായാലും നമ്മുടെ വചന സമീക്ഷയിലേക്ക് വിളിച്ചതിൽ സന്തോഷം. നമുക്ക് 4 ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കേറിയാലോ, എന്നിട്ട് നമുക്ക് വിശേഷങ്ങളിലേക്ക് വരാം. അപ്പോ ഷെർലിൻ ആന്റിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്. യഹോവ യെഹെസ്കേലിനോട് ആദ്യം ചെയ്യുവാൻ പറഞ്ഞത് എന്തായിരുന്നു? ഇഷ്ടിക എടുത്തിട്ട് അതില് യെരൂശലേം നഗരം വരയ്ക്കാൻ വേണ്ടിട്ട്. അങ്ങനാണോ പറഞ്ഞേ? അങ്ങനെ തന്നെ. ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. ലോക്ക് ചെയ്യട്ടെ? ഇനി മാറ്റാൻ പറ്റില്ല. കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ അത്രയും ഉറപ്പാണ്. നമ്മള് മണിച്ചിത്ര താഴിട്ട് അങ്ങ് പൂട്ടി ഉത്തരത്തിന്. ഉത്തരം ശരിയാണ്. അപ്പൊ കൺഗ്രാറ്റുലേഷൻസ്. അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: ഒരു ഇഷ്ടിക എടുത്ത് അതിൽ യെരൂശലേം നഗരം വരയ്ക്കുക. ആന്റി വരയ്ക്കാറൊക്കെ ഉണ്ടോ? ചെറുതായിട്ട്. അപ്പൊ ഡ്രോയർ ആണ്, വരയ്ക്കാനൊക്കെ പറ്റും. ഒരു ആർട്ടിസ്റ്റ് ആണ്. ചെറിയ രീതിയിൽ. ഓക്കെ, സന്തോഷം കേട്ടോ. ഇനി നന്നായിട്ടൊക്കെ വരയ്ക്കാൻ പറ്റട്ടെ. കഴിവിനെ വളർത്തിയെടുക്കാം. കഴിവിന് പ്രായമൊന്നും ഇല്ലല്ലോ, ഇനിയും വരച്ചാ മതി. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? നഗരത്തെ ഉപരോധിച്ച് അതിനെതിരെ കോട്ട പണിയുന്നത് എങ്ങനെയായിരുന്നു? മൺകൂനകൾ ഉയർത്തി പാളയമടിക്കുകയും ചുറ്റി യന്ത്രമൊട്ടികൾ വയ്ക്കുകയൊക്കെ ചെയ്തിട്ട്. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇങ്ങനെയാണ്: മൺകൂനകൾ ഉയർത്തുകയും പാളയം അടിക്കുകയും ചുറ്റും യന്ത്രമുട്ടികൾ സ്ഥാപിക്കുകയും ചെയ്യുക. 2 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം തന്നിട്ടുണ്ട്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. പക്ഷെ അതിന് മുൻപായിട്ട് ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. ആന്റി പാട്ടൊക്കെ പാടാറുണ്ടോ? ചെറുതായിട്ട്. മതി, ചെറുതായിട്ടുള്ളത് മതി. നമുക്ക് വലുതാക്കാം, നമുക്ക് ആഘോഷിക്കാം. ഒരു പാട്ട് പാടാവോ? പാടാം. പാടിക്കോളൂ. അവസാന മൊഴിയായി അധരങ്ങളിൽ അവിടുത്തെ നാമമുണ്ടാകേണമേ. അവസാന മൊഴിയായി അധരങ്ങളിൽ അവിടുത്തെ നാമമുണ്ടാകേണമേ. അഴകും പ്രശസ്തിയുമില്ലെങ്കിലും അവിടുന്ന് തുണയായിരിക്കണമേ. അഴകും പ്രശസ്തിയുമില്ലെങ്കിലും അവിടുന്ന് തുണയായിരിക്കണമേ. അവസാന മൊഴിയായി അധരങ്ങളിൽ അവിടുത്തെ നാമമുണ്ടാകേണമേ. അവസാന മൊഴിയായി അധരങ്ങളിൽ അവിടുത്തെ നാമമുണ്ടാകേണമേ. ഇതാണോ പാടില്ല എന്ന് പറഞ്ഞേ? ചെറുതായിട്ട്. അല്ലേലും ഈ പാട്ട് പാടുന്ന വലിയ ഗായകരൊക്കെ ഇങ്ങനെ ഭയങ്കര സിംപ്ലിസിറ്റിയാ, ഭയങ്കര വിനയമുള്ള ആൾക്കാരാ. ചെറുതായിട്ടേ പാടുള്ളൂ. നന്നായിട്ട് പാടി, നല്ല സൗണ്ട്. പെട്ടെന്ന് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സൗണ്ടിന്നേ വേറൊരു വോക്കലിലേക്ക് പോവാ പാട്ട് പാടുമ്പോ. അപ്പൊ ഇനി ഒരുപാട് പാട്ടൊക്കെ പാടാൻ പറ്റട്ടെ കേട്ടോ. ഓക്കെ ആന്റി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? മൂന്നാമത്തെ ചോദ്യം ഇതാണ്: എത്ര ദിവസമാണ് യെഹെസ്കേൽ ഇടതുവശം ചരിഞ്ഞു കിടന്ന് ഇസ്രായേൽ ഗൃഹത്തിന്റെ അകൃത്യം വഹിച്ചത്? 390. സംശയമൊന്നുമില്ല. ഭയങ്കര സിമ്പിൾ ആയിട്ട് പറഞ്ഞു. 390. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇങ്ങനെയാണ്: 390 ദിവസം. അപ്പം ആന്റി 3 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകുവാണേ. അതിനു മുൻപായിട്ട് ആന്റിക്ക് ഏതെങ്കിലും ഒരു വചനം പറയാൻ പറ്റുമോ? ജീവിതത്തിൽ ഇതേവരെ ഉള്ള നാളുകളിൽ സ്പർശിച്ചിട്ടുള്ള ഒരു വചനം പറഞ്ഞോളൂ. മത്തായി 5:16. 5:16. ഓക്കെ, പറഞ്ഞോളൂ. 16.
അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഓ, അങ്ങനെ പ്രകാശിപ്പിച്ചിട്ടുണ്ടോ മറ്റുള്ളവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ? ചെറുതായിട്ടൊക്കെ ചെയ്യാൻ പറ്റും. ചെറുതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും അങ്ങനെ പ്രകാശിച്ചിട്ടുണ്ടോ? ഉണ്ട്, ഒത്തിരി ഉണ്ട്. ഒത്തിരി ഉണ്ട് അല്ലെ? അതുപോലെ നമുക്കും അതുപോലെ തന്നെ ചെയ്യാൻ പറ്റട്ടെ. അപ്പൊ നമ്മളിങ്ങനെ ഈശോയുടെ മക്കളാന്ന് എല്ലാരും പറയട്ടെ. അതെ, കേൾക്കുമ്പോ ഒരു സന്തോഷമല്ലേ? അതെ. അതെ. അപ്പൊ നമുക്ക് അതേ സന്തോഷത്തോടെ നമുക്ക് 4-മത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: വലതുവശം ചരിഞ്ഞു കിടന്ന് യഹൂദാ ഗൃഹത്തിന്റെ അകൃത്യം എത്ര ദിവസമാണ് യെഹെസ്കേൽ വഹിച്ചത്? 40 ദിവസം. അതിലും സംശയമില്ല. ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഉത്തരം ഇങ്ങനെയാണ്, 40 ദിവസം. അപ്പൊ ആന്റി 4 ചോദ്യങ്ങളെ ശരിയാക്കിയിട്ടുണ്ട്, ഒരു നല്ലതായിട്ട് പാട്ട് പാടിയിട്ടുണ്ട്, ഒരു വചനം പറഞ്ഞു. അങ്ങനെ എന്തുകൊണ്ടും ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയാ കോളായിരുന്നു കേട്ടോ. വചന സമീക്ഷ എല്ലാ ദിവസവും കാണാറുണ്ടോ? ഇടയ്ക്കൊക്കെ. അപ്പൊ സമയം കിട്ടുമ്പോൾ എല്ലാം കാണുക, ഇതുപോലെ വിളിക്കുക കേട്ടോ. ശരി. ഓക്കെ ആന്റി, താങ്ക് യു സോ മച്ച്. ശരി. അപ്പോൾ ഷെർലിൻ ആന്റി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. ആന്റി നല്ല രീതിക്ക് തന്നെ നമ്മളോട് സംസാരിച്ചു, ഭയങ്കര ആക്റ്റീവായിട്ടൊരു പാട്ടൊക്കെ പാടി വചനമൊക്കെ പങ്കുവച്ചു. അപ്പോൾ ആന്റിക്കും കുടുംബത്തിനും ഒക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. മക്കളൊക്കെ പഠിക്കുകയാണ്, നല്ല ഭാവി ഉണ്ടാകട്ടെ, മാതാപിതാക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് മക്കൾക്ക് വളരാനൊക്കെ സാധിക്കട്ടെ, ഈശോ അനുഗ്രഹിക്കട്ടെ. നമുക്ക് നമ്മുടെ കഥയിലേക്ക് തന്നെ മടങ്ങി വരാം. അവസാനം ഈ ഒരു ഡോക്ടർ തിരിച്ചറിയുന്നുണ്ട്, ശരീരത്തിന്റെ അസുഖമല്ല, പിന്നെ ആത്മാവിന്റെ ആനന്ദമാണ് ഏറ്റവും വലുതെന്നുള്ളത്. അങ്ങനെ ആ അക്രൈസ്തവനായിട്ടുള്ള ഡോക്ടർ പോലും ഈ ഒരു വൈദികന്റെ വാക്കുകൾ കേട്ട് അദ്ദേഹത്തിന്റെ വാക്കുകളെ അനുകൂലിച്ച് അല്ലെങ്കിൽ അതിൽ വിശ്വസിക്കാൻ തീരുമാനിക്കുകയാണ്. ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മളും പലപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ ചെയ്തിട്ടുള്ളത്? നമ്മൾ ശരീരത്തിന്റെ വേദനകൾ എത്ര വട്ടം പരാതി പോലെ ഈശോയുടെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. ഈശോയെ, എനിക്ക് കൈവേദനയുണ്ട്, കാൽവേദനയുണ്ട്, ഈ രോഗം എനിക്ക് എന്തിനു തന്നു, അല്ലെങ്കിൽ എന്നെ മാത്രം ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തു? കണ്ടില്ലേ, എൻ്റെ ശരീരം വികൃതമായത് നീ കണ്ടില്ലേ, എന്തിനെന്നെ പരീക്ഷിക്കുന്നു? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഒരുപക്ഷെ നമ്മുടെ നാവിൽ നിന്നും ഉണ്ടാകാം എന്നുള്ളതല്ല, പിന്നെയോ എത്രയോ രാത്രികൾ നമ്മൾ ഇങ്ങനെ കരഞ്ഞു തീർത്തിട്ടുണ്ട്, എത്രയോ പ്രാരാബ്ദങ്ങൾ, പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒന്ന് ഓർക്കുക, നമ്മുടെയൊക്കെ ആത്മാവിനെ സൗഖ്യമാക്കാൻ അവൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. ഒന്നുമില്ലെങ്കിലും നമ്മുടെ എല്ലാം ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അവൻ കാൽവരിക്കുന്നിലെ കുരിശിൽ തൂങ്ങിയാടിയത്. നമ്മുടെ എല്ലാം ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അവൻ അവൻ്റെ അമ്മയെയും അപ്പനെയും ഒക്കെ ലോകത്തിന് നൽകിയത്. നമ്മുടെയൊക്കെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അവൻ പരിശുദ്ധാത്മാവിനെ നൽകിയത്. അങ്ങനെയെങ്കിൽ എല്ലാം നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്കായി ചെയ്തവൻ നമ്മുടെ ശരീരത്തിൻ്റെ ബലഹീനതകളെ, ദുഃഖങ്ങളെ അറിയാതിരിക്കുമോ? അറിയും, തീർച്ചയായും അറിയുക തന്നെ ചെയ്യും. ഇന്നവൻ അത് കാണുന്നില്ല എന്ന് നമ്മൾ കരുതുന്നുവെങ്കിൽ അതൊരിക്കലും അവൻ കാണാത്തത് കൊണ്ടല്ല, പിന്നെയോ ഒരു പരീക്ഷണമാണ്. അവൻ്റെ സ്നേഹത്തിലേക്കുള്ള വിളി നമ്മളെ തിരിച്ചറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണം. അതെ, നമ്മളൊരു യാത്രയിലാണ്, അവനിലേക്കുള്ള യാത്രയിലേക്ക്, അവൻ്റെ സ്നേഹത്തിലേക്കുള്ള യാത്രയിലേക്ക്. ഒരുപാട് ദുർഘടം നിറഞ്ഞ പാതയിലൂടെ നമ്മൾ നടന്നു നീങ്ങും. ശരീരത്തിൻ്റെ വേദനകളെ അതിജീവിച്ച് ആത്മാവിൻ്റെ സൗഖ്യത്തിലേക്ക്, ആത്മാവിൻ്റെ സുഖത്തിലേക്ക് ആ യാത്ര മുന്നോട്ട് നീങ്ങും. അങ്ങനെയെങ്കിൽ നമുക്കും സന്തോഷത്തോടു കൂടി വേദനകളെ സ്വീകരിച്ചുകൂടെ? ആത്മാവിൻ്റെ സുഖത്തിനും ആത്മാവിൻ്റെ ദുഃഖത്തിലും ആത്മാവിൻ്റെ സൗഖ്യത്തിനും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഈശോയോട് ഒപ്പമുള്ള ഒരു യാത്ര ഏറ്റവും സന്തോഷകരമാക്കി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. വചന സമീക്ഷയുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.